ഉയർപ്പ് രണ്ടാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. സമൂഹം ദൃഷ്ടി കൽപ്പിച്ചിട്ടുള്ളവരാണ് കുഷ്ഠരോഗികൾ. ഒരിക്കലും ഭേദമാക്കാൻ കഴിയാത്ത ഒരു പകർച്ചവ്യാധിയായിരുന്നു ഈ രോഗം. സ്വന്തം കുടുംബാംഗങ്ങളായാൽ പോലും ആർക്കും അവരോട് അനുകമ്പയില്ല, അലിവില്ല. അവർ സമൂഹമധ്യത്തിലേക്ക് വരരുത്, അവരെ ആരും തന്നെ സന്ദർശിക്കരുത് എന്നതാണ് നിയമം. എന്നാൽ നിയമങ്ങളെ പൂർത്തിയാക്കാൻ വന്ന യേശു ഇവിടെയും വ്യത്യസ്തനാകുന്നു. കാരണം അവൻ കരുണയുടെ ആൾരൂപമാണ്. കരുണ ആഗ്രഹിക്കുന്നവർ അത് തിരിച്ചറിയുന്നു. മറ്റെങ്ങും ആശ്രയം നഷ്ടപ്പെടുമ്പോൾ അവസാനത്തെ അത്താണിയാണ് യേശു എന്ന അവൻ്റെ ഉൾബോധം നമുക്കുണ്ടാകട്ടെ. ഇന്നലെ ആഘോഷിച്ച കരുണയുടെ തിരുനാളിന് ഒരു ഉപസംഹാരമാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം. കണ്ട് വിശ്വസിച്ച തോമാസ് ലീഹായോട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ആഴം പകർന്നു കൊടുക്കുന്നതിന് മുൻപ് ഈ കുഷ്ഠരോഗി അത് സ്വയം തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നത് കണ്ടതിന് ശേഷം എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ തോമാസ് ലീഹായേക്കാൾ വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് സൗഖ്യം നൽകിയത്. അതിലും വലിയ കാരുണ്യപ്രവൃത്തിയുമാണ്. നമ്മെ എപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്ന യേശുവിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. കാത്തിരിക്കുക പ്രതികൂലങ്ങൾക്ക് പോലും കാലക്രമത്തിൽ അനുകൂലത്തിലേക്കുള്ള വാതിൽപ്പടിയായി